അങ്ങനെ ചന്ദ്രയോട് നീ പറഞ്ഞത് ശരിയായില്ല മോനെ. നീ ഒരു വക്കീല് മാത്രമല്ല, എന്റെ മകനും കൂടിയാണ്. നീ ഒരാൾക്ക് വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നീ പാലിച്ചിരിക്കണം. എന്തിന്റെ പേരിലാണെങ്കിലും ഏത് സാഹചര്യത്തിലാണെങ്കിലും കൊടുത്ത വാക്കിൽ നിന്ന് പിന്മാറുന്നത് നമുക്ക് ചേർന്ന പരിപാടിയല്ല മോനെ. പിന്മാറുന്നു ഞാൻ പറഞ്ഞില്ലല്ലോ വച്ചാ. ഇപ്പൊ പറ്റില്ല, ഞാൻ അതല്ലേ ഉദ്ദേശിച്ചുള്ളൂ. മോനെ, ഈ വീട്ടിന്റെ ശാപം എന്താണെന്ന് നിനക്കറിയാലോ. നമ്മളാരും നന്നാവരുതെന്ന് ആഗ്രഹിക്കുന്ന ചന്ദ്രയാണ്. അവൾ ഇവിടെ നിന്ന് പോകാതെ ഈ വീട്ടിലെ പ്രശ്നങ്ങളൊന്നും തീരില്ല. അവൾ പോണമെങ്കിൽ ഈ ഡിവോഴ്സ് നടക്കണ്ടേ? ഡിവോഴ്സ് നടക്കണമെങ്കിൽ വിഷ്ണുവിനെ പുറത്തിറക്കണ്ടേ? എത്രയും പെട്ടെന്ന് നീ അവനെ പുറത്തിറക്കണം. ഡിവോഴ്സ് വാങ്ങി ചന്ദ്ര ഇവിടുന്ന് പറഞ്ഞു വിടണം. അല്ലാതെ നമുക്കാർക്കും സ്വസ്ഥത കിട്ടില്ല മോനെ. അച്ഛാ, പ്രേമിച്ചയെ കുറിച്ച് ഓർത്തിട്ടാ ഞാൻ. പ്രേമിച്ചിട്ട് കാണാതാകലും ചന്ദ്രൻ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ, അങ്ങനെ ഉണ്ടെങ്കിൽ അവൾ അതിൽ ഇടപെടുമല്ലോ എന്ന് വിചാരിച്ച ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. നിന്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലായി, പക്ഷെ അത് നടക്കണമെന്നില്ല. എത്ര പാടുപെട്ടാണ് നമ്മളങ്ങനെ ഒരു കരാറുണ്ടാക്കിയത്. അത് അലസിപ്പോകരുത് ഒരു കാരണവശാലും. അതെ കുഞ്ഞളിയ, പ്രേമയും ഡിവോഴ്സും അവ തമ്മിൽ കണക്ട് ചെയ്യണ്ടെന്നാ എന്റെ അഭിപ്രായം. പ്രേമയുടെ കാണാതാകലുമായിട്ട് ചന്ദ്രയ്ക്ക് ബന്ധമുണ്ടെങ്കിൽ പോലും അളിയൻ കരാറിൽ നിന്ന് പിന്മാറരുത്. അച്ഛൻ പറഞ്ഞ അതിന്റെ ശരി. ചന്ദ്ര എവിടെ നിന്ന് പോണം, എങ്കിലേ ഈ വീട് ഗതി പിടിക്കും. നിങ്ങളുടെയൊക്കെ അഭിപ്രായം അതാണെങ്കിൽ ഞാൻ നാളെ തന്നെ ജയിലിൽ പോയി വിഷ്ണുവിനെ കാണാം. റിമാൻഡ് റിപ്പോർട്ടിന്റെ കോപ്പി എനിക്കിതുവരെ കിട്ടിയിട്ടില്ല, അതും വാങ്ങണം. ഏറ്റവും അടുത്ത ദിവസം തന്നെ ബെയിൽ ആപ്ലിക്കേഷൻ ഞാൻ ഫയൽ ചെയ്യാം. നീ കണ്ടോ, ഡിവോഴ്സ് നടക്കുന്നാവുമ്പോ ചന്ദ്ര താനേ താഴോട്ടിറങ്ങും. അവള് തളരും. അഥവാ നീ കരുതുന്നത് പോലെ പ്രേമയുടെ കാണാതാകലിന്റെ പിന്നിൽ അവളാണെങ്കിൽ ഉറപ്പായിട്ടും പ്രേമയെ അവൾ നമുക്ക് തിരിച്ചു തരും. അച്ഛൻ വിഷമിക്കണ്ട, ഞാൻ വേണ്ടതുപോലെ എല്ലാം ചെയ്തോളാം. അതെ മനോഹര, ഞാനൊരു കാര്യം പറഞ്ഞാൽ പറ്റില്ല എന്ന് പറയരുത്. നമുക്ക് അവനെ അങ്ങ് തിരിച്ചു വിളിക്കാം. നീ വിളിച്ച അവൻ വരും. ശരത്തിനെ ഞാൻ തിരിച്ചു വിളിക്കാൻ. എൻ്റെ അമ്മയ്ക്ക് എങ്ങനെ തോന്നി ഇത് വന്ന് എന്നോട് പറയാം? അവൻ നശിച്ച് നാമാവശേഷമാണോ എന്ന് ആഗ്രഹിക്കുന്ന ആളാ ഞാൻ. അത്രയ്ക്ക് ദ്രോഹമാണ് അവൻ എന്നോട് ഈ കുടുംബത്തോടും ചെയ്തിട്ടുള്ളത്. എന്റെ മനോഹര, അതൊക്കെ നിന്റെ തെറ്റിദ്ധാരണകളാ. ആ കൊച്ചനൊരു പാവാ. തെറ്റിദ്ധാരണ എനിക്കല്ല, അമ്മയ്ക്കാ. അതുകൊണ്ട് അമ്മ ഇങ്ങനെയുള്ള വിവരക്കേടുകൾ എഴുന്നള്ളിക്കുന്നത്. ഇപ്പം ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്താണെന്നറിയാം, അവൻ ഒരിക്കലും ഇങ്ങോട്ട് തിരിച്ചു വരരുതേ എന്നാ. അവൻ്റെ നിഴല് പോലും ഇനി ഈ വീടിൻ്റെ മുമ്പിൽ വീഴരുത്. എന്നാലേ ഈ വീടിന് ഗതി പിടിക്കും. കൊള്ളാവുന്ന ആണൊരുത്തനായിരുന്നു അവൻ. നമ്മളോടൊക്കെ നല്ല സ്നേഹമായിരുന്നു. സ്നേഹം എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുതമ്മ. അമ്മയ്ക്കേ അവനെക്കുറിച്ച് ശരിയായിട്ടൊന്നും അറിയത്തില്ല. എനിക്കൊരു സമാധാനവും ഇല്ല അവനെ കാണാഞ്ഞിട്ട്. എടാ, എനിക്ക് വേണ്ടിയെങ്കിലും ഇത്തവണത്തേക്ക് നീ ഒന്ന് ക്ഷമിക്ക്. നീ അവനെ ഇങ്ങ് വിളിക്ക്. അമ്മ നടക്കത്തില്ല. ഞാൻ അവനെ തിരിച്ചു വിളിക്കുമെന്ന് അമ്മ വിചാരിക്കുപോലും വേണ്ട. നീയൊന്നും ഒരു കാലത്തും ഗുണം പിടിക്കില്ലടാ. പിന്നെ ഇനി ഇതിൽ കൂടുതൽ എന്ത് നശിക്കാനാ അമ്മേ? അതുകൊണ്ട് അമ്മയുടെ ശാപമൊന്നും എനിക്ക് കേൾക്കാനും പോകുന്നില്ല. അതെ, നീ വിളിച്ചില്ലെങ്കിൽ ഞാൻ വിളിക്കും. വന്ന അവനെ ഇവിടെ കയറ്റി താമസിപ്പിക്കുകയും ചെയ്യും. അപ്പൊ എതിർത്താലേ ഞാനും അവനും കൂടെ ഇറങ്ങിപ്പോവും. ഇറങ്ങിപ്പോവൊന്നും വേണ്ട, അവൻ കൊണ്ടുപോകും. ഈ വീട്ടിലെ ഓരോരുത്തരെയായിട്ട് ഇല്ലാതാക്കുന്ന അവനാ. ഇപ്പൊ പാർവതി വരെയായി. അടുത്ത ഊഴം നമ്മൾ രണ്ടുപേരും. ഞാൻ അതൊന്നും വിശ്വസിക്കുന്നില്ല. ആ ദേവികപ്പൂതം പറഞ്ഞെന്ന നുണകളാ നിന്റെ മനസ്സിൽ. നിന്നെ അവൾ ഓരോന്നും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് വെച്ചിരിക്ക. എടാ ശരത്തുമോ, നീ വിചാരിക്കുന്നത് പോലെ ഒരുത്തനല്ല. ആ കൊച്ചൻ സാധുവാ.